Hey guys, welcome to another vlog guys. അപ്പം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഗൈസ്. അപ്പം എനിക്കറിയാം ഈ വീഡിയോ നമ്മൾ എടുക്കുമ്പം ഒരുപാട് നാശമാണ് വരുന്നത്. ഒരുപാട് ഡിലേ ആയിട്ടുണ്ട് ഗൈസ്. കാരണം വേറൊന്നും അല്ല, എക്സാംസ് ആണ് ഗൈസ്. +2 പഠിക്കുന്നത്. അപ്പോൾ എക്സാം ഒക്കെ ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെക്കേഷൻ വരുന്ന വരെ വ്ളോഗൊന്നും എടുക്കണ്ടെന്നാണ് വിചാരിച്ചത്. അപ്പം നമ്മുടെ അടുത്ത ഉളിയക്കോൽ അമ്പലത്തിൽ ഉത്സവം തുടങ്ങി ഗൈസ്. അപ്പം ഇന്ന് അവിടുത്തെ ഫസ്റ്റ് ഉത്സവമാണ്. തങ്കേങ്കിയാണ്. തങ്കേങ്കി തുടങ്ങുമല്ലേ? തങ്കിങ്ങി തുടങ്ങുവാണ്. അപ്പം നമ്മളിന്ന് അവിടെ പോയിട്ട് കുറച്ച് വ്ളോഗൊക്കെ എടുത്ത് നിങ്ങളെയൊക്കെ കാണിക്കാൻ വിചാരിച്ചു. ഇത് ഒരിക്കലും എടുക്കണമെന്ന് വിചാരിച്ചല്ല. അപ്പോൾ ഇവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞ കടാ എന്തോ നമ്മൾ പോവാണ് വ്ളോഗ് എടുക്കാം. അങ്ങനെ വ്ളോഗ് എടുത്തതാണ് ഗൈസ്. അപ്പം ബാക്കിയുള്ള വീഡിയോകൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോയിൽ പോയി കണ്ടിട്ട് പോവാം. ഓക്കെ, ബൈ. ഈ സംഭവം ശരി ഇരുട്ടിയിട്ടുണ്ട് ഗൈസ്. വേറെ ഒന്നുമല്ല, ഇപ്പം ഫോൺ കുത്തിയിടാൻ മറന്നുപോയി ഗൈസ്. ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഇൻട്രോ എടുത്ത് കഴിഞ്ഞപ്പോഴേ ഫോണിൻ്റെ ചാർജ് കയറുന്നു. പിന്നെ ഐഫോണിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഗൈസ്. ചാർജ് ചെയ്യുന്ന ഒഴുകി അങ്ങ് പോകും. അപ്പോൾ ചാർജ് തീർന്ന് നമ്മൾ കുത്തിയിട്ടില്ലായിരുന്നു. അപ്പം വലിയ ലേറ്റൊന്നുമില്ല, ഇപ്പോൾ 7 മണി എങ്ങാണ്ട് ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ അമ്പലത്തിലോട്ട് പോയിട്ട് കാണാം. ഗൈസ്, അപ്പോൾ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ എല്ലാവരും ഒന്നുമില്ല, അവരെല്ലാവരും മുംബൈ പോയി, വീട്ടുകാരെല്ലാം മുംബൈ പോയി ഗൈസ്. അപ്പം ഞാനും ആര്യനും സോനുമാണ്. എടാ തിരിഞ്ഞോക്കടാ, തിരിഞ്ഞോക്കടാ. അതാ ആര്യനെ കണ്ടുപിടി അല്ലേ? ഭയങ്കര വ്ളോഗിലൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളാണേ. അപ്പം അങ്ങനെ നമ്മളെക്കാട്ടി വലിയ വയസ്സ് കൂടിയ ആളാണ്. അപ്പോൾ അവരൊക്കെ പറയാൻ നമ്മൾ കേൾക്കണം. അതിൻ്റെ അടുത്ത് ഇപ്പം ഞാൻ വീഡിയോ ഇടാൻ പോയപ്പോൾ 1.05 ഒക്കെ ഇടാൻ അങ്ങനെ എന്താ സാധനം ഇടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഭയങ്കര ഇതായിരുന്നു. അപ്പം നമ്മൾ അവർ പറയുന്നത് കേൾക്കണം ഇല്ലേ? അപ്പോൾ അവരൊക്കെ പറയാൻ നമ്മൾ കേൾക്കണം. ഏതാ എന്നെക്കെട്ടി പ്രൊഫഷണലാണ് കേസത്. അവരൊക്കെ പറയാൻ നിങ്ങളൊക്കെ കേട്ടോണ്ടിരി. അപ്പോൾ ഉള്ളിയൊക്കെ അമ്പലത്തിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഓടി കേട്ടാ ഓടി. ഈ അമ്പലം എത്തിയിട്ടുണ്ട് കേസ്. ഇവിടെ കണ്ട ആൾക്കാരാണ് മൊത്തം ആൾക്കാരുണ്ട്, നിറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ കേസ്. അപ്പം അത്രയ്ക്കൊന്നും ആൾക്കാർ വന്നിട്ടില്ല. എന്നാൽ പോലെ ആൾക്കാരുണ്ട് കേസ്. മൊത്തം കുറേ ആൾക്കാരൊന്നും നല്ല ആവശ്യത്തിന് കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പം ഇവിടെ സ്റ്റേജൊക്കെ ഉണ്ട്. സ്റ്റേജൊക്കെ കാണിച്ചു തരാം. കിടിലാണ് കേസ്. കിടില ഉത്സവമാണ്. നമ്മൾ കിടില വെക്കും ഉണ്ടാ. അവിടെ സ്റ്റേജാണ് കേസ് അത്. അപ്പം ഇവിടെ 4 ലൈറ്റ് ഓൾ സെറ്റ്. ഇതാണ് നമ്മുടെ സ്റ്റേജ് കാണിച്ചു തരുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ. പണി ഇപ്പോഴും നടക്കുന്നേ ഉള്ളൂ. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ പണി നടക്കുന്നു, അപ്പുറത്ത് പരിപാടി നടക്കുന്നു. അവിടെ ഒന്ന് കാണിച്ചു പറഞ്ഞാൽ അമ്പലത്തിൽ ഇപ്പോഴും ഇവിടെ പരിപാടി നടക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ സ്റ്റേജ് കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് കല്ല കേസ്. നമ്മുടെ സ്റ്റേജ് പരിപാടിയുടെ സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് കിടന്ന് കുലുങ്ങും. അത്രയ്ക്ക് ആൾക്കാരായിരിക്കും. മനസ്സിലായി? ഇപ്പം നിങ്ങൾ കാണുമ്പോഴേക്കും ഇതൊക്കെ ആണോ ഒരു സ്റ്റേജ് പറഞ്ഞാൽ. പക്ഷേ പരിപാടി ഇവിടെ തുടങ്ങുമ്പോഴത്തേക്കും ഫുൾ സെറ്റായിരിക്കും. കേട്ടെന്ന് തിമിർക്കും, അത്രേ ഉള്ളൂ. ബാക്കിയുള്ള ഉത്സവമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ ഞാൻ വ്ളോഗ് എടുത്ത് അതിനകത്ത് ഇടാൻ കാരണം പറഞ്ഞല്ലോ ഗൈസ്, എക്സാമാണ്. എങ്കിൽ പോയാൽ പറ്റുന്നത്ര ഇടാൻ നോക്കാം ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇനിയിപ്പം അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇനിയിപ്പം നമ്മൾ നടക്കുവാണ്. ഫ്ലോട്ട് കാണാൻ നടക്കണേ. ഇനി ഫ്ലോട്ട് മറ്റേ എന്താണ് പറയുന്നത്? ഫ്ലോട്ട് പിന്നെ എന്തൊക്കെയാണ് വരുന്നത്? ഫ്ലോട്ട്, ആന, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളെ ആൾക്കാർ നടക്കത്തില്ല. അതിനെന്താണെന്ന് പറയുന്നത്? വിളക്ക് എടുക്കുന്നുണ്ട്. വിളക്കൊക്കെ ഉണ്ട് കേസിന്. അപ്പം വിളക്കൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. അതിൻ്റെ കേസ് ഇവിടെ കുറെ ആൾക്കാർ ഇവിടെ മറ്റേ വിളക്കൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട്. സംഭവം വെച്ച് കാണിച്ചു തരാം. ഇവിടെ ആൾക്കാർ സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അങ്ങോട്ട് പോവാം, ഫ്ലോട്ടിനടുത്തോട്ട് പോവാം ഗൈസ്. അപ്പം കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഷോർട്ട് കട്ട് പിടിച്ചുകൊണ്ട് നടക്കുകയാണ് ഗൈസ്. എത്തിയിട്ടാണ് നടന്നിട്ട് അങ്ങനെ എത്തുന്നില്ല ഗൈസ്. അപ്പം നമ്മുടെ ഫാമിലിയിൽ നിന്നും കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വിളക്കെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഗൈസ്. അവരെ ഇതൊന്ന് കാണണമല്ലോ നമുക്ക്. എന്തായാലും പറഞ്ഞിട്ടുണ്ട് ഗൈസ്, എന്നെ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടും കൂടെ പോകണം. കടപ്പാക്കടയിൽ നിന്നാണ് അവർ കയറുന്നതെന്ന് പറഞ്ഞത്. ഇച്ചിരി ദൂരെ നിന്നെങ്ങാണ്ടാണ് അവർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് വിളക്ക്. പക്ഷേ അവർ കടപ്പാക്കടയിൽ നിന്നാണ് കയറുന്നത്. അപ്പം ഗൈസ് അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ ഗൈസ്, കയറുന്നതല്ല
നമുക്ക് ഇതങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. ഈ ഉത്സവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമൊക്കെ ഫെബ്രുവരിയിലായിരുന്നു ഗൈസ് വന്നിരുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യം ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ പ്രാവശ്യം അത് മാർച്ചിലോട്ടായി. മാർച്ചിൽ ഇന്ന് പ്രത്യേകത ഇന്ന് പറയണ്ടല്ലോ, എക്സാമാണ്, എല്ലാവർക്കും എക്സാമാണ്. ഇവന് തന്നെ ഇന്ന് എക്സാം ആയിരുന്നു. ഇന്ന് ഫിസിക്സ് ആയിരുന്നു കേട്ടാ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? പാടായിരുന്നു കേട്ടാ. അപ്പം എക്സാമും ഉത്സവം എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും അത്യാവശ്യം കഴിഞ്ഞ വട്ടം പിന്നെ ഞങ്ങള് നല്ല രീതിക്ക് എൻജോയ് ചെയ്തായിരുന്നു. ബട്ട് ഈ വർഷം എക്സാം വേണ്ട അങ്ങോട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിൽ പോലും നമ്മൾ മാക്സിമം ഉത്സവമാണ് ഗൈസ്, എൻജോയ് ചെയ്തേ പറ്റും. ഇനിയിപ്പോൾ എന്റെ എക്സാം ഉണ്ടെങ്കിൽ എന്റെ എക്സാം ഉണ്ടായാലും എന്റെ ഇടയിൽ കൂടെ നമ്മൾ വരും. എന്റെ ഇടയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഗൈസ്, ഇത് പറയാൻ ഞാൻ നല്ല രീതിക്ക് മറന്നു പോകുന്നുണ്ട് ഗൈസ്. ഇത് പറയാതെ എങ്ങനെ ഒരു വ്ളോഗ് എടുക്കും. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുത് ഗൈസ്. എന്തായാലും ഷെയറും ചെയ്യാം, കുറച്ച് ഫ്രണ്ട്സിനെ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ പവർ ആവണ്ടേ ഗൈസ്. ഇത്ര നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തൊക്കെ ഇടുന്നതാണ്. എക്സാം ഒക്കെ ആയിട്ട് നമ്മൾ വ്ളോഗ് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്കും ചെയ്യുക, സബും ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോഴും കൊണ്ട് പറയത്തില്ല, ഇനി വീട്ടിൽ ലാസ്റ്റൊക്കെ പറയാത്തോളായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും നിങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ ചെയ്യുക. ഒറിജിനലാണോ? ഞാൻ കയറിച്ച ഡ്യൂപ്ലിക്കേറ്റ് ഞാനൊക്കെ അമ്മാവായിരുന്നു അനങ്ങുന്ന കേസ്. ഒറിജിനലായിരുന്നു കേട്ടോ. നമ്മള് കുറെ ഫ്ലോട്ട് ഇപ്പൊ പോയി കേസ്. പക്ഷെ നമ്മളെല്ലാം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം ചാർജ് ഇല്ല, ചാർജ് തീർന്നു. സ്കൂളൊക്കെ അടച്ചതിന് ശേഷം പിന്നെ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഇവനെയൊക്കെ കാണാൻ പോലും ഇല്ല. ഉത്സവത്തിനടക്കം വന്നേക്കുന്നു. ഹലോ പറയണ സപ്പിയാണോ പറയും? സപ്പിയായിട്ടുണ്ടല്ലേ അല്ലേ? എന്റെ ചാനൽ സപ്പിയായിട്ടുണ്ടോ? നീ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ടുണ്ടോ? അത് സബ്സ്ക്രൈബ് ചെയ്യാ ഞാൻ. നീ സപ്പിയായിട്ടുണ്ടോ? ഇനിയാണ് കേസ് പരിപാടി. അവിടുന്ന് ഒരു കുന്നടക്കി വരുന്നുണ്ട്. സൗണ്ടൊന്നും കേൾക്കാൻ വയ്യ. സൗണ്ട് ഞാൻ കൂടുതൽ വ്ളോഗൊന്നും എടുക്കാണ്ട്. സൗണ്ട് കേൾക്കാൻ വയ്യ, ഭയങ്കര സൗണ്ടിലാണ് സൗണ്ടൊക്കെ വരുന്നത്. ഇതാണ് എല്ലാവരും എൻജോയ് ചെയ്തിട്ടോ. അപ്പം കേസ് അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സൗണ്ടൊന്നും ഇല്ല കേസ്. എല്ലാം കഴിഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല. ഇനിയും അവിടെ നിൽക്കുവാണല്ല. 12 മണിയൊക്കെ എന്തായാലും അതൊക്കെ ഇനി അമ്പലത്തിൽ കയറാൻ. അപ്പം നമുക്ക് എന്തായാലും അത്രയും സമയം കളയാനില്ല. ഇത് കഴിഞ്ഞിട്ട് നേരെ ഒന്ന് പഠിക്കണം. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇവിടെ സെൻഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. സബ് ചെയ്ത് കൂടെ കൊടുക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഗൈസ്. അബിൻ.
It's me, Aryan. ഇപ്പൊ ഈ കാണുന്ന കല്ല കേസ് നമ്മളെ ചെയ്തൊന്നും പരിപാടിയുടെ സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് കടന്ന് പോകും.